എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് അവസാനിക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടേത് ഇന്ന് വൈകുന്നേരം 4 മണി വരെയും ഹയർ സെക്കൻഡറിയുടേത് ഇന്ന് വൈകുന്നേരം 5 മണി വരെയുമാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടേത് ഇന്ന് കൂടി മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാനുള്ള അവസാന അവസരം. കാരണം ഇപ്പോൾ നൽകുന്ന ഈ ഒരു അപേക്ഷ വെച്ചുകൊണ്ടാണ്, അതായത് ഇപ്പോൾ നിങ്ങൾ നൽകുന്ന അപേക്ഷയിലെ ഓപ്ഷനുകൾ വെച്ചാണ് ഇനി വരുന്ന ഫസ്റ്റ് സപ്ലിമെൻ്ററി, സെക്കൻഡ് സപ്ലിമെൻ്ററി, അതുപോലെ തന്നെ പിന്നീട് സ്പോട്ട് അഡ്മിഷൻ എന്നിവ നടത്തുന്നത്. അപ്പോൾ ഇതുവരെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉടൻ തന്നെ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കുക. സ്വന്തമായിട്ട് അപേക്ഷ എങ്ങനെ സമർപ്പിക്കണമെന്ന് അറിയാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഇവിടെ മാനുവൽ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ എന്നുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ആ ഒരു PDF കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൾറെഡി ഒരു പ്രാവശ്യം അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട്, അത് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ വേക്കൻസി ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ല നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം പിന്നീട് ആ ഒരു ജില്ലയിലെ ഏതൊക്കെ സ്കൂളുകളിലാണോ നിങ്ങൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെ ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അതനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് അവിടെ 0 വേക്കൻസി ആണ് എങ്കിൽ കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് വിദ്യാർത്ഥികൾക്ക് ഇവിടെ 0 വേക്കൻസി ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം എന്നുള്ളത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പോൾ വെക്കുന്ന ഓപ്ഷൻ പരിഗണിച്ചുകൊണ്ടാണ് പിന്നീടുള്ള ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി, ഫസ്റ്റ് സപ്ലിമെൻ്ററി, അതുപോലെ തന്നെ സ്പോട്ട് അഡ്മിഷൻ നടത്തപ്പെടുന്നത്. പിന്നീട് ട്രാൻസ്ഫർ, അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറിയിലേക്ക് മാറുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ആ ഒരു 0 വേക്കൻസി ഉള്ള സ്ഥലങ്ങളിലും വേക്കൻസി വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന ലാസ്റ്റ് ചാൻസ് ആണ്. ഇനിയൊരു അവസരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ വേക്കൻസി നോക്കാതെ, അതായത് വേക്കൻസി 0 ആണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ, അതായത് മുമ്പ് അപേക്ഷ സമർപ്പിച്ച അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും അപേക്ഷയിൽ തെറ്റുണ്ടായിരുന്ന വിദ്യാർത്ഥികളും കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷ പുതുക്കി പുതിയ ഓപ്ഷനുകൾ നൽകിയാൽ മതിയാകും. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുകയും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ്റെ യൂസർ നെയിമായിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതുപോലെ പാസ്വേഡ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട്, അത് നിങ്ങൾ ഈ ഒരു കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറാണ് ആ ഒരു യൂസർ നെയിമായിട്ട് വരുന്നത്. അപ്പോൾ അത് കൊടുത്ത ശേഷം ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ, അപ്പോൾ ഹയർ സെക്കൻഡറിയിൽ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് ആയിട്ടുള്ള hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, അതായത് ഇവിടെ സ്കൂൾ വൈസ് വേക്കൻസീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ജില്ലയിലെ ജനറൽ സീറ്റിലേക്കും അതുപോലെ തന്നെ അത് ഓരോ സ്കൂളിലെയും ജനറൽ സീറ്റിലേക്കും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകളിലേക്കും, അതുപോലെ തന്നെ ആ ഒരു കോഴ്സുകളിൽ നിങ്ങളുടെ കാറ്റഗറി, അത് നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറിയിൽ ഉള്ള സീറ്റിലേക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതായത് ഒരു വിദ്യാർത്ഥിക്ക് ജനറൽ കാറ്റഗറിയിലേക്ക്, അതായത് ഈ ഒരു hscap.ലൂടെ ഹയർ സെക്കൻഡറിയിലേക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക. അപ്പോൾ ഈ ഒരു ഹയർ സെക്കൻഡറിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു ജനറൽ കാറ്റഗറിയിലെ ആ ഒരു സീറ്റിലേക്കും അപേക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി, ഇപ്പോൾ നിങ്ങളിപ്പോൾ SC ആണെങ്കിൽ അതിനനുസരിച്ച് SC, അല്ലെങ്കിൽ ST ആണെങ്കിൽ ST, അതുപോലെ EAവ, TIA, ബില്ലവ ആ ഒരു വിഭാഗത്തിലാണെങ്കിൽ ETB, അതുപോലെ തന്നെ മുസ്ലിം ആണെങ്കിൽ അത്, അതുപോലെ തന്നെ ഹിന്ദു OBC ആണെങ്കിൽ അത്, അതുപോലെ EWS ആണെങ്കിൽ EWS, അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു വിഭാഗത്തിലെയും അതുപോലെ തന്നെ ജനറൽ കാറ്റഗറി സീറ്റിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികളും അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികളും
കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്ക് മുഖേന ലോഗിൻ ചെയ്തുകൊണ്ട് വേണം നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാനായിട്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് ജില്ലയിലേക്കാണോ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ സ്കീം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ വർഷം SSLC കഴിഞ്ഞവരാണെങ്കിൽ 2024-25 എന്നും അതുപോലെ CBSE ICSE ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ആ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് കൊടുത്ത് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്, അതായത് ആപ്ലിക്കേഷൻ നൽകേണ്ടത്. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിച്ച അപേക്ഷയിൽ തെറ്റ് വന്നിട്ടുള്ള വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിച്ച ശേഷം അപേക്ഷയിൽ തെറ്റ് കാരണം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികളും നിങ്ങളുടെ അപേക്ഷ റിന്യൂ ചെയ്തുകൊണ്ടാണ്, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് റിന്യൂ ചെയ്തുകൊണ്ട് പുതിയ ഓപ്ഷനുകൾ വേക്കൻസിക്ക് അനുസരിച്ചിട്ട് വേണം HSCAP നൽകാനായിട്ട്. നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ വേക്കൻസി 0 ആണെങ്കിലും ഓപ്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത ശേഷം പിന്നീട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്ക് മുഖേനയാണ് വിദ്യാർത്ഥികൾ പുതിയ അപേക്ഷ, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ നിങ്ങളുടെ പുതിയ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ അപേക്ഷ നൽകാൻ സാധിക്കുക. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ചില സമയങ്ങളിൽ ലേറ്റായിട്ട് വിദ്യാർത്ഥികൾക്ക് ഏകദേശം 6 മണി 7 മണി സമയത്തൊക്കെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അപേക്ഷിക്കുക, അതുപോലെ ഹയർ സെക്കൻഡറിയിലേക്കും അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.